ആകെ ഇത്രയും മീനാണ് ഇവർ ഒരു ദിവസം കച്ചവടം ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഡാമിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന മീനാണ്. ആദ്യം മസാലയൊക്കെ തെച്ചിട്ട് ഇതുപോലൊരു പൊടിയുണ്ട്, അതിലിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കും. ആ മീനിൻ്റെ പേര് ചോദിച്ചപ്പോഴത്തേക്ക് ജിലേബി എന്നാണ് അക്ക പറഞ്ഞത് കേട്ടോ. ഒരു അക്കയും ഒരു അണ്ണനും കൂടെ ചേർന്നാണ് ഈ കച്ചവടം നടത്തുന്നത്. ഇത് കല്ലിൽ ഇങ്ങനെ ഇട്ട് പൊരിച്ചെടുക്കുന്ന മീനാണ് കേട്ടോ. ഇത് പൊടിയിലോട്ടിട്ട് മുക്കുന്നതിന് മുമ്പ് വേറൊരു മഞ്ഞപ്പൊടിയൊക്കെ ചേർന്ന ഒരു മിശ്രിതമുണ്ട്, അത് ആദ്യം ഒന്ന് തേച്ചെടുക്കും. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപാര ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇത് പ്രൊമോഷന് വേണ്ടിയൊന്നും പറയുന്നതല്ല കേട്ടോ, താല്പര്യമുള്ളവർക്ക് ഇത് ഇവിടെ വന്ന് മേടിച്ച് കഴിക്കാം. ഇവരെന്ന് പറയുന്നത് ഫ്രഷ് മീൻ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്ത് കൊടുക്കത്തുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ സെറ്റപ്പിൽ നിന്ന് മീനൊക്കെ മേടിച്ച് കഴിക്കാൻ എനിക്ക് പേടിയാണ്, വയറിന് പണി കിട്ടുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് കഴിച്ചതിന് ശേഷം വയറ് നല്ല കംഫർട്ട് ആയെന്ന് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇവർക്ക് പ്രത്യേക ഒരു കൂട്ടുണ്ട് കേട്ടോ. ഈ ഇടുന്നത് എന്തിൻ്റെ ഒരു ഇലയാണ്, പിന്നെ സവാളയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കും. ഇവരെന്ന് പറയുന്നത് സാധാരണ വൈകുന്നേരങ്ങളിലായിരിക്കും ഉണ്ടാകുന്നത്. അവർക്ക് എപ്പോഴും ഫ്രഷ് മീൻ കിട്ടുന്നു അപ്പോഴാണ് ഇവർ കച്ചവടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് തീരുമ്പോഴത്തേക്ക് ഇവർ കച്ചവടം സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. ഈ ഇടുന്നതെന്ന് പറയുന്നത് പെപ്പറും കൂടെ ചേർന്നിട്ടുള്ള ഒരു പൊടിയാണ്. ഈ ഒരു മീൻ ഇതുപോലെ വറുത്ത് തരുന്നതിന് 80 രൂപയാണ് ചാർജ് വരുന്നത്. ഈ അക്കയാണെങ്കിലും നല്ല സഹകരണവും കൂടെയാണ് കേട്ടോ. അവരുടെ സംസാരവും പെരുമാറ്റമൊക്കെ നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ചെന്നപ്പോൾ തന്നെ ഈ മീൻ നല്ല ടേസ്റ്റായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അണ്ണൻ പറഞ്ഞത് ഇത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പൈസ തന്നാൽ മതി എന്നാണ്. തീരെ ചെറിയ കടയാണെന്നുണ്ടെങ്കിലും അവർക്ക് പറ്റുന്ന രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നതും സെർവ് ചെയ്യുന്നതൊക്കെ. മീനിൻ്റെ എല്ലാ ഭാഗവും നല്ല വൃത്തിയായിട്ട് അവർ വേവിക്കും. കറക്റ്റ് പാകം അണ്ണൻ അറിയാം. അതിൻ്റെ മസാലയും കൂട്ടുമൊക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ മുള്ളു പോലും കളയാൻ തോന്നത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഫ്രഷ് മീൻ കഴിക്കുന്നതിൻ്റെ ആ ഫീൽ ഓരോ ബൈറ്റിലും നമുക്ക് കിട്ടും. അതിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സേലം ഗോരിമേട് ജംഗ്ഷനിൽ നിന്ന് സുവോളജിക്കൽ പാർക്കിലേക്ക് പോകുമ്പോഴത്തേക്ക് 3 കിലോമീറ്റർ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് കട വരുന്നത്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.